ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു അസ്നാസ് കിച്ചൺ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഈസിയാണ്. അതിനായിട്ട് ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇനി മക്കളൊക്കെ വാശി പിടിക്കുമ്പോൾ കടയിലൊന്നും പോയി വാങ്ങിക്കൊടുക്കണ്ട, നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു 1/2 കിലോയോളം ചിക്കനില്ലാത്ത ചിക്കൻ ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലെക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 1/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അല്പം സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം തന്നെ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 2 പൊടിയും ഓരോ ടേബിൾ സ്പൂണോളം വീതം ചേർത്തതിന് ശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോഴിമുട്ട ചേർക്കാട്ടോ, ഓപ്ഷണലാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് മസാല പുരട്ടി ഒരു 1/2 മണിക്കൂർ വെക്കണമെങ്കിൽ വെക്കാം. മാഗ്നേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളൊരു ഫ്രൈ പാനിൽ അല്പം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചതായതുപോലെ ക്രിസ്പി ആയിട്ട് നമ്മുടെ ചിക്കനെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ കടകളിലും എല്ലാം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അതും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. ഇനി ഈ ഓയിൽ തന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും കൂടി പൊരിച്ചെടുക്കണം. അല്ല നിങ്ങളുടെ അടുത്ത് ഉരുളക്കിഴങ്ങ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിൽ കഴുകി നനവൊക്കെ മാറ്റി അതിൻ്റെ റെസിപ്പി വേറെ ഉണ്ട്, അതുപോലെ ചെയ്തെടുക്കുക. പിന്നെ അതിനുശേഷം ഒരു പാൻ വെച്ച് കൊടുത്ത് ഒരു ചെറിയ പീസ് ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മൈദപ്പൊടിയും ബട്ടറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർക്കാം. ഏകദേശം 3/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ലോ ഫ്ലെയിമിലിട്ടത് കുറുക്കിയെടുക്കുക. അപ്പോഴേക്കും ഒരു 1/4 കപ്പ് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങളെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്രീം ചീസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ഒരു ടേബിൾ സ്പൂണോളം വലിപ്പമുള്ള നമ്മുടെ ക്രീം ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഒരു പിഞ്ച് ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്ത് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മുടെ ഒരു ക്രീം പരിവാക്കിയെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതങ്ങ് തീ ഓഫ് ചെയ്യാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചിക്കൻ പൊരിച്ച എണ്ണയിൽ ഓയിലിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും കൂടി പൊരിച്ചെടുക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണിത്. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം ആദ്യം തന്നെ നമ്മുടെ ഏതാണ് സെർവ് ചെയ്യുന്ന ബൗൾ, ആ സെർവിങ് ബൗളിലേക്ക് നമ്മൾ ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത എല്ലാ പൊട്ടറ്റോസും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കനില്ലേ അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈസി അല്ലേ? അപ്പം മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ലോഡഡ് ഫ്രൈസ് എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. ചീസ് നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക കേട്ടോ. ചീസ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. അങ്ങനത്തെ ചീസിന് ഏകദേശം ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മയണൈസ് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനിയിപ്പോൾ ആ മയണൈസൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ക്രീമില്ലേ, ആ ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ലോഡഡ് ഫ്രൈസ്. അപ്പോൾ ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട്, സ്നാസക്കി.